எப்படி இருக்கு ஃபுட்டൊക്കെ எப்படி இருக்கு இந்த ஆக்சிஸ் ஹோட்டல்ல? மேக்ஸिमम சிக்கன் பிரியாணி. சிக்கன் பிரியாணி. 250 வெரைட்டிஸ் இருக்கு. 250 വെറൈറ്റീസ് ഇருக்கு ഇങ്ങ ചിക്കൻ വെറൈറ്റി 250 വെറൈറ്റി ചിക്കൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹേ ഗൈസ്, തമിഴ്നാട്ടിലെ ഡിണ്ടിക്കലിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഓടി നടക്കണ്ട. ഡിണ്ടിക്കലിൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആച്ചീസ് നോൺ വെജ് ആൻഡ് വെജ് ഹോട്ടലിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇന്ന് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതാണ് ആച്ചീസ് ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ ഭയങ്കര റഷാണ്, ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിച്ച് ഒരുപാട് പോകുമെന്ന് വേണ്ട. നേരെ ഡിണ്ടിക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ആച്ചീസ് ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് സേഫ് ഗാർഡ് ഫ്ലേവേഴ്സ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തിരക്കാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് കുറച്ച് പേരുണ്ട്. ഹായ്, വണക്കം. എൻ്റെ പേര് சாய் சார். சாய் சார். இந்த ஊர் டிண்டிக்கல் எப்படி இருக்கும்? ஃபுட்டൊക്കെ எப்படி இருக்கு? சூப்பராக இருக்கும். குவான்டிட்டி வைஸ் நல்லா இருக்கும். ஓ, டேஸ்ட் வைஸ் நல்லா இருக்கும். ஓகே, உங்களோட பேர்? சிக்கன் பிரியாணி ஓகே, மட்டன் பிரியாணி, சிக்கன் எல்லாமே சூப்பர். ஓகே, ஹாய். இந்த உனக்கு பிடிச்ச சிக்கன் lamb chicken. அதானோ இஷ்டப்பட்டது. எப்படி இருக்கு? ஃபுட்டൊക്കെ எப்படி இருக்கு இந்த ஆக்சிஸ் ஹோட்டல்ல? மேக்ஸिमम சிக்கன் பிரியாணி only. Chicken biryani. The most favorite. Mostly you are like chicken biryani, right? அம்மா எப்படி இருக்கு? ஃபுட்டொക്കെ எப்படி இருக்கு? சூப்பர். எப்பவுமே எனக்கு 20 வருஷமா வந்துட்டு இருக்கான். 20 வருஷம் எனக்கு தெரியும். எனக்கு சின்ன வயசுல இருந்து எப்போதும் ஃபெஸ்ட்டாக இங்கே தான் வருது. எல்லாமே சூப்பராக இருக்கும். எப்படி இருக்கு? ഫുഡൊക്കെ எப்படி இருக்கு? நல்லா இருக்கு. സൂപ്പറാ இருக்கு. അതുപോലെ തന്നെ ഇവിടെ നോൺ എ സി ഉണ്ട്, എ സി റൂമും അവൈലബിൾ ആണ്. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എ സിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു ഫാമിലീസ്, അത് ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്. ഫുഡ് എപ്പിടി ഇருக்கு? ஃபுட் நல்லா இருக்கு. எப்படி இருக்கு? ஃபுட்டൊക്കെ எப்படி இருக்கு இங்க? நல்லா இருக்கனால தானே வரோம். நைஸ். சூப்பர். அடிப்பொலி ப்ரோ. അടിപൊളി അടിപൊളി അടിപൊളി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൽസ് தான் சாப்பிட்டு இருக்கேன். மீல்ஸ் பிரியாணி, சிக்கன், மட்டன் எல்லா வெரைட்டியுமே. எப்படி இங்க ஸ்பெஷல் ஐட்டம் இங்க? ஸ்பெஷல் ஐட்டம் மட்டன் ஐட்டம், மட்டன் ஐட்டம், குழம்பு ஐட்டம் எல்லாமே ரெடி பண்றாங்க அவர் தான். கிரேவி ஐட்டம், எல்லாமே பிரியாணி ஐட்டம், ஃபிஷ் என்ன வெரைட்டி ഒക്കെ இருக்கு? இந்த ஒரு வெலை மீன், மஞ்சள் மீன். ഓ, ഇവിടുത്തെ വെല മീൻ, നെയ് മീൻ அந்த மாதிரி வரும். ഓ, നൈസ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്യുന്നത് എന്താ മീൻസ് ഏറ്റവും ഓർഡർ വന്നിരിക്ക് എന്താ ഐറ്റം? ஆர்டர் வந்து பிரியாணி அதிகமாக. ബിരിയാണി. ഇവിടെ ഒരുപാട് വെറൈറ്റി ചിക്കൻ്റെ ഡിഷസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഷെഫ്, മാസ്റ്റർ ഷെഫ് തന്നെ പറഞ്ഞു. ഷെഫ് ഒന്ന് പറഞ്ഞു. ഒരുപാടുണ്ട് കേട്ടോ. ഇത് വന്ന് லாலிபப் சிக்கன். ഓക്കെ, இது வந்து மைசூர் சிக்கன். മൈസൂർ ചിക്കൻ. ഓ, ഇവിടെ വരെ മൈസൂർ ചിക്കൻ ഉണ്ട് കേട്ടോ. ദെൻ ഇത് കബാബ് ചിക്കൻ. കബാബ് ചിക്കൻ. ഓക്കെ, ഇതെല്ലാം ഷെഫാണ് കേട്ടോ സെറ്റ് ചെയ്തത്. ഓ, നെക്സ്റ്റ് ഇത് ബക്കാഡിയ ചിക്കൻ. ഓ, ബക്കാഡിയ ചിക്കൻ. നൈസ്. ഇറാൽ തൊക്ക്. ഓ, ഇറാൽ വീരാൽ ചിക്കൻ. ഇറാൽ മീൻ. പ്രാൻ. Prawn pepper fry. ഓക്കെ ഓക്കെ ഓക്കെ. Prawn pepper fry, white pepper chicken. സുൽത്താനിയ ചിക്കൻ. காரைக்குடி chicken, காரைக்குடி chicken chicken. ഓക്കെ, இந்த டைப் ஆஃப் வெரைட்டிஸ் இருக்கு. வெரைட்டிஸ் இருக்கு. ഇനിയും വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, മലയാളി 250 வெரைட்டிஸ் இருக்கு. 250 വെറൈറ്റീസ് ഇருக்கு ഇങ്ങ ചിക്കൻ വെറൈറ്റി. 250 വെറൈറ്റി ചിക്കൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫിഷും ഉണ്ട് കേട്ടോ.
ഓക്കെ, അപ്പം ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ സ്പെഷ്യലാണ് ആച്ചി സ്പെഷ്യൽ ബാർബിക്യൂ ഫിഷ്. ആച്ചീസിലെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ബാർബിക്യൂ ഫിഷ്. അങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദിണ്ടിക്കൽ വരുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓടി നടക്കണ്ട. ഇവിടെ 250-ലധികം ചിക്കൻ കളക്ഷൻസ് ഉണ്ട്, ഫിഷിൻ്റെ കളക്ഷൻസ് ഉണ്ട്, അതുപോലെ വെജ് ഐറ്റംസും ഉണ്ട് കേട്ടോ. சார் எப்படி இருக்கு பிசினஸ் எப்படி இருக்கு? நல்லா இருக்கு, நல்ல பிசினஸ் போயிட்டு இருக்கு. ஓகே சார், ഇവിടെ എന്തെല്ലാം வெரைட்டிஸ் இருக்கு ஃபுட் கலெக்ஷன்ஸ்? இங்க திண்டுக்கல் வந்து ரொம்ப பிரியாணி ரொம்ப ஃபேமஸ். அதுக்கப்புறம் கிராப் ரொம்ப கிராப் மசாலா ரொம்ப ஃபேமஸா இருக்கு. ஓகே, அப்புறம் சிக்கன் வெரைட்டிஸ்ல நம்ம ஹோட்டல் வந்து ரொம்ப ரொம்ப ஃபேமஸ். ഞാൻ ഇത് 250 വെറൈറ്റീസ് இருக்கு. 350 வெரைட்டிஸ். ஸோ அடிபொலி. எவ்வளோ நாளாச்சு ஹோட்டல் ஸ்டார்ட் பண்ணி? more than 35. இது அம்மா உருவாக்குனாங்க, என்னோட அம்மா. அவங்க நான் காலேஜ் டைம்ல வந்து அம்மா உருவாக்கி இந்த ஹோட்டல் நடத்திக்கிட்டு இருந்தாங்க. அப்புறம் நான் சார்ஜுக்கு வந்ததுக்கு அப்புறம் இதை எக்ஸ்பேன்ஷன் பெருசா கொண்டு போனேன். எவ்வளோ பிரான்ச்சஸ்? இப்போ 3 பிரான்ச்சஸ் இருக்கு. எங்க எல்லாம் நம்ம வியூவர்ஸ்? ஒன்று வந்து பஸ் ஸ்டாண்டில், திண்டுக்கல் பஸ் ஸ்டாண்டில் இருக்குது. இன்னொன்று வந்து ரிங் ரோடு, அதாவது கலெக்டரேட் டவுன்டவுனா மேலே இருக்க ஒரு ஹோட்டல் இருக்குது. இன்னொன்று வந்து டவுன் டவுன் சிட்டிக்குள்ளே ஒரு ஹோட்டல் இருக்குது. இப்போல்லாம் இன்னொன்று வந்து ஃபைன் டைனில் ஒரு பெரிய ரெஸ்டாரண்ட் கட்டிக்கிட்டு இருக்கோம். எல்லாத்தும் இதே டிஷ்ஷஸ் தான், இதே டேஸ்ட் தான், சேம் ஒரே கிச்சன் தான். மெயின் கிச்சன்லேருந்து எல்லா பக்கமும் இங்கேருந்து ப்ரொடக்ஷனாக எல்லா பக்கமும் போகுது. ஓகே ஓகே சார், நம்ம வீடியோ பார்த்துக்கிட்டு இருக்க மலையாளிஸ் இருக்கு சார், சொல்லுங்க ஹோட்டலுக்கு. மலையாளம் மக்களுக்கு வணக்கம். நீங்கள் தமிழ்நாடு வரும் பொழுது, எஸ்பெஷலி கொடைக்கானல் வரும் பொழுது, பழனி வரும் பொழுது எங்கள் ஹோட்டலுக்கு வந்து எங்கள் உணவை நீங்கள் சாப்பிடணும்னு உங்களை ரொம்ப வேண்டி கேட்டுக்கிறேன். നമുക്കുള്ള ആച്ചീസിലെ വെറൈറ്റീസ് വന്നിട്ടുണ്ട്, നമുക്ക് ഇന്ന് കഴിക്കാനുള്ള. സാർ വണക്കം. வணக்கம். നമുക്ക് பிரியாணி நம்ம ஸ்பெஷல் பிரியாணி, மட்டன் பிரியாணி, ஸ்பெஷல் மட்டன் தம் பிரியாணி. ഡിണ്ടിക്കൽ സ്പെഷ്യൽ தம் பிரியாணி. ദം ബിരിയാണിയാണ് കേട്ടോ. ഇത് വന്ന് பக்காடியா சிக்கன். ബക്കാഡിയ ചിക്കൻ ஸ்பெஷல். மைசூர் சிக்கன் ஸ்பெஷல். മൈസൂർ ചിക്കൻ அண்ட் மட்டன் தீக்கறி. മട്ടൻ തീക്കറി. ഓ, തീക്കറി. மட்டன் கூட்டாங்கறி. മട്ടൻ കൂട്ടാങ്കറി. ഓഹോ. நாட்டுக்கோழி നാട്ടുകോഴി. നാട്ടുകോഴി ചുക്ക. ഓക്കെ. மட்டன் சுக்கா. മട്ടൻ ചുക്ക. செட்டிநாடு சிக்கன் கிரேவி. ചെട്ടിനാട് ചിക്കൻ கிரேவி. ഗ്രേവി. ഓക്കെ, திஸ் இஸ் ஸ்பெஷல். ഓ, ഇത് സ്പെഷ്യൽ ആണ്. ஸ்பெஷல். மாஸ்கோ சிக்கன். மாஸ்கோ கிரிப்சி சிக்கன். മാസ്കോ ക്രിസ്പി ചിക്കൻ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. നമുക്കപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് സ്പെഷ്യൽ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ യാത്ര ഓരോ ഫുഡ് റിവ്യൂ ചെയ്യുക, ഓരോ ഹോട്ടൽ കാണുക, ആ ഹോട്ടൽ നിങ്ങൾക്ക് പരിചയപ്പെടുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങളിലേക്ക് എത്തിക്കുക, ബെസ്റ്റ് ആയിട്ട് ഹോട്ടലിൽ എത്തിക്കുക. അപ്പോൾ നമുക്ക് യാത്രയിൽ നമുക്ക് വളരെ കുറച്ചേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം സാമ്പിൾ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ക്വാണ്ടിറ്റി വളരെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് വേണ്ട, കുറച്ച് മതി, കാരണം ഞാൻ ഒരാളാണ്, എനിക്ക് വയറ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണിയും പിന്നെ ചിക്കൻ്റെ പേര് നിങ്ങൾ ആദ്യം കേട്ടല്ലോ. അപ്പം കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ദം ബിരിയാണിയും കൂടെ കൂട്ടിയിട്ട് ഓക്കെ. നമുക്ക് മാസ്കോ ക്രിസ്പി ചിക്കൻ കുറച്ചെടുക്കാവേ. ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും നമുക്ക് ബിരിയാണിയും കൂടെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. കാരണം നിങ്ങൾക്കിപ്പോൾ കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഡിണ്ടിക്കൽ കൊടൈക്കനാൽ യാത്രയിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിലൻ ബിരിയാണീസൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അതുപോലെ തന്നെ ഡിണ്ടിക്കൽ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പം മട്ടൺ ഐറ്റംസ് ഉണ്ട്, ചിക്കൻ ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് കഴിച്ചു തുടങ്ങണം കേട്ടോ.
ഹേ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിണ്ടിക്കൽ അഞ്ജലി റൗണ്ടിനടുത്തോട്ടുള്ള ഇവിടെ കലക്ട്രേറ്റിന് അടുത്ത് തന്നെയുള്ള നമ്മൾ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുള്ള ആച്ചീസ് ബിരിയാണി സെൻറ്ററിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ ആച്ചീസിൻ്റെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് കഴിച്ചപ്പോഴാണ് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ആച്ചീസിൻ്റെ ഇവിടുത്തെ ബിരിയാണി സെൻറ്ററിലേക്കാണ് നമ്മൾ വന്നത്. എങ്ങനെയുണ്ട്, എപ്പടി ഇരിക്കുക എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ആ ഒരു സ്പോട്ട്. ഈ ഒരു സ്പോട്ടിൽ ഒരുപാട് പേര് ഭയങ്കര റഷാണ്. ഡിണ്ടിക്കലിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ഥാപനമാണ് ആച്ചീസ്. അപ്പോൾ ആച്ചീസിൻ്റെ അകമൊക്കെ നമുക്കൊന്ന് കാണാം. എൻ്റെ അമ്മോ, കിട്ടിലെ ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ തന്നെ ഓരോ ജാതി ഒരുമാതിരി 350ഓളം കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം ഓരോ ഫ്ലേവറിലാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ആൾക്കാർ സെലക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമുക്ക് കൊണ്ടു തന്നത്. ഒന്നത് മോസ്കോ ചിക്കൻ, അതുപോലെ തന്നെ എന്താണ് ബെക്കാഡിയ ചിക്കൻ, പിന്നെ മൈസൂർ ചിക്കൻ. ഇതിനെല്ലാം ഓരോ ഫ്ലേവർ, ഓരോരോ ഐഡന്റിറ്റി ഉണ്ട് കേട്ടോ. അപ്പം അതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരിതെല്ലാം തിന്നത് എവിടെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, റഷ് ആയിട്ട് മീൻസ് ഒരുമാതിരി കല്യാണപ്പുരയിലൊക്കെ തിരക്കില്ല, ജഗ്ഗപ്പൊക്കെ സീനാണ്. അപ്പം ശരിക്കും നിങ്ങൾ കൊടൈക്കനാൽ യാത്രയിലും പളനി യാത്രയിലൊക്കെ നിങ്ങൾക്ക് സമീപിക്കാവുന്ന അടിപൊളി ഒരു ഹോട്ടലാണ് ഡിണ്ടിക്കലിലെ ആച്ചീസ് ഹോട്ടൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു സ്പോട്ടിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സേഫ് കാർഡ് ഫ്ലേവേഴ്സ് ചെയ്യുന്നു ഞാൻ ഡ്രീം ബ്രോക്കി. ബൈ ബൈ.